അടുത്തതായി വിസ്മയ ലോകത്തിലേക്ക് ഉള്ളൊരു ചെറിയൊരു യാത്രയാണ്. ഡിസ്ട്രിക്ട് കോർട്ട് സ്റ്റാഫിലെ ഒരു അംഗമായ ശ്രീ അനിൽകുമാർ സർ അവതരിപ്പിക്കുന്ന ഒരു മാജിക് ഷോ ആണ്. നമസ്കാരം. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. ഈ സുദിനത്തിൽ എനിക്ക് ചെറിയൊരു മാജിക്ക് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ കരുതുന്നു. ഒരു പ്രൊഫഷണൽ മാജിക്ക് കാണുന്ന പോലെ ശ്രമിക്കരുത്. ഞാൻ ഇതിനകത്ത് പിച്ച് വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. എന്റെ കുടുംബത്തിൽപ്പെട്ട എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ബഹുമാനായ ജുഡീഷ്യൽ ഓഫീസർമാരുടെയും ബഹുമാനമായ ജീവനക്കാർ, ബഹുമാനിയ അഭിഭാഷകർ, ബഹുമാനമായ പോലീസ് ഉദ്യോഗസ്ഥർ, പ്രിയ കുഞ്ഞുങ്ങൾ, അവിടെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റമുണ്ടെങ്കിൽ സഹകരിക്കണം. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഞാൻ ആരംഭിക്കുകയാണ്. ഓരോ ഐറ്റത്തിനും ഇൻട്രൊഡക്ഷൻ ഉള്ളത്, പക്ഷേ നമ്മുടെ സമയക്രമീകരണങ്ങൾ കൊണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് അവതരിപ്പിക്കുകയാണ്. അനുവാദത്തോടെ തുടങ്ങും.
ആഗ്രഹിച്ച കൂടിയാണ് ഉള്ളത്. ഹലോ, നാം ഇന്ന് നമ്മുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മളുടെ വളരെ വിശാലമായി ഉണ്ടാകും. നമ്മുടെ ഈ രാജ്യത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിനെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അഭിഭാഷകരെല്ലാം ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്കാരങ്ങളുണ്ട്, വിവിധ മതക്കാരുണ്ട്, വിവിധ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയപ്പോൾ നമ്മുടെ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വ്യത്യസ്തമായി നമുക്ക് സ്വാതന്ത്ര്യം നേടുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് സ്വാതന്ത്ര്യം നമ്മുടെ ജീവത്യാഗം ചെയ്ത സമര സേനാനികൾക്കൊപ്പം നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷവും ആ ഒരു ഒരുമ ഉണ്ടാവണം. നമ്മുടെ ഈ രാജ്യത്തെ വിവിധ മതങ്ങളുണ്ട്. ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതം, സിഖ് മതം, ഒട്ടനവധി മതങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിലൊക്കെ നമ്മൾക്ക് ഏറ്റവും പ്രതിജ്ഞയെടുക്കാവുന്ന രാജ്യമാണ്. നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ്. തുടർന്നും അങ്ങനെ തന്നെ വേണം. അപ്പം ഞാൻ നല്ലതായിട്ട് ബന്ധപ്പെട്ട ഒരു മാജിക്കാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തെങ്കിലും 3 റോപ്പാണ് 3. ഇതിൽ ഞാനൊരു മാജിക്കിന് വേണ്ടി മാത്രമാണ് എന്റെ കമന്റ്സ് വരുന്നത്. അതിനകത്ത് വേറെ ഒരു ചിന്തയിൽ പോയത് ഞാൻ ഈ മാജിക് അവതരിപ്പിച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ എന്റെ മാജിക്ക് കൃത്യമാണെങ്കിൽ എനിക്ക് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഇത് മനസ്സിലാകും. അതുകൊണ്ട് എന്റെ കമന്റ്സിൽ മാജിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളെ നമുക്ക് നോക്കിക്കുക അതൊന്നും ചിന്തിക്കുക പോലും ചെയ്യുന്നത് മാജിക്കിന് വേണ്ടി മാത്രം പറയുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുമതം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതം, ഇസ്ലാം. അപ്പൊ നമ്മള് ആദ്യം ഇസ്ലാം മതം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ മതം, അവസാനമായി ഹിന്ദുമതം. നമുക്ക് നമ്മളിപ്പം ഈ സ്വാതന്ത്ര്യ ആഘോഷിക്കണം നമ്മളെല്ലാവരും പറയുന്നതാണ്. നമുക്കൊരു മതേതര രാഷ്ട്രമാണ്. നമ്മളെല്ലാവരും നമുക്ക് പ്രളയവും ഒരു കൊറോണയൊക്കെ എന്താ നമ്മുടെ മനുഷ്യത്വമാണ് അവിടെ പ്രവർത്തിച്ചത്, അല്ലാതെ ജാതിയോ മറ്റു മതങ്ങളോ അല്ല. നമ്മുടെ മനുഷ്യത്വമാണ് അവിടെ പ്രവർത്തിച്ചത്. അപ്പം ഇത്തരം രീതികളിൽ നമുക്ക് എടുക്കാവുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കേരളത്തിന്റെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എഴുന്നള്ളിച്ച ഒരു മണ്ണാണ് നമ്മുടെ കേരളം. മഹാത്മാ അയ്യങ്കാളിയും ശ്രീനാരായണഗുരുവും ചട്ടമ്പി സ്വാമികളും പി.ടി. ഭട്ടതിരിപ്പാടും സഹോദരൻ അയ്യപ്പനും മന്നത്ത് പത്മനാഭനും ഒക്കെ എഴുതു പഠിച്ച മണ്ണാണ്. അപ്പൊ ഇവിടെ പിന്തലമുറക്കായി വരുന്ന തലമുറയ്ക്കും കൂടി ഒരു മതേതര രാഷ്ട്രം എന്ന ചിന്ത നമ്മൾ പങ്കുവെക്കണം. അതിന്റെ ഒരു ചെറിയ മാജിക്കാണ്. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മളെല്ലാവരും തുല്യരാണെന്ന ഈ ഇരിക്കുന്നില്ല അല്ല അതല്ലേ. അപ്പം അവിടെ ഈ 3 മതക്കാര് നമ്മൾ ചെയ്യാം. ആദ്യം നമ്മൾ ഹിന്ദുമതത്തിലേക്ക് ഹിന്ദുമതത്തിനായ ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും. അടുത്തായി ക്രിസ്ത്യൻ മതം, അവർ ബൈബിൾ അവരുടെ മതഗ്രന്ഥം അത് വെച്ച് അവര് ഇന്ത്യയിൽ അവര് എല്ലാ സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യൻ ഭരണഘടന അവർക്ക് അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം നൽകും. അടുത്തത് ഇസ്ലാം മതവും വിശുദ്ധ ഖുർആൻ അവർക്ക് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവിധ അവരുടെ ആചാരങ്ങൾക്കും എല്ലാം അവരുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ. അപ്പം മറ്റൊരാളുടെ മതത്തെ അവരുടെ അവകാശങ്ങൾ നമ്മൾ ഒരിക്കലും അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും നമ്മുടെ അവരുടെ ആചാരങ്ങളെ അവരുടെ അനുഷ്ഠാനങ്ങളെ നമ്മുടെ മുന്നിൽ പറയാൻ പറ്റില്ല. അവർക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു മാജിക്കാണ് നമ്മുടെ കണ്ടിന്യൂ ചെയ്തത്. ഇസ്ലാം മതം, ക്രിസ്തു മതം,
ഹിന്ദുമതം. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ രാജ്യത്ത് അവസാനമായി നമ്മള് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്താണ് നമ്മൾ ആഗ്രഹിച്ചത്? നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഒരേപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മൾ മുന്നേറണം. നമ്മുടെ മഹാകവി വള്ളത്തോൾ പറഞ്ഞ പോലെ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാണ് അന്തരം. കേരളം എന്ന പേര് കേട്ടാൽ തിളയ്ക്കണം പോലെ നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും നമുക്ക് ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും വ്യത്യസ്തമായി മതേതര രാഷ്ട്ര സങ്കല്പമുള്ളവരാണെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിച്ചു. Thank you, sir. Thank you so much. Please. ഇനി ഫയർ എസ്കേപ്പ് ഉണ്ടോ? ഫയർ എസ്കേപ്പ് ഓക്കെ